ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ. പിണറായി വിജയന് തന്റേതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും തന്റേതായിട്ടുള്ള നിലപാടുകളും ഉണ്ട്. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റേതായി മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് തെറ്റായിട്ട് തനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ബിനോയ് വിശ്വത്തിന് അങ്ങനെ തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ബിനോയ് വിശ്വം കാറിൽ കയറ്റണ്ട, കുഴപ്പമില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയല്ലേ യഥാർത്ഥത്തിൽ CPM-നെ ഇന്നത്തെ ഒരു പ്രതിരോധത്തിലേക്ക്, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാമെന്നുള്ളൊരു നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്? അതെ, CPM-നെ സംബന്ധിച്ച ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് CPI. അവര് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ CPI-യുമായി CPM-ന് ഒരു അസ്വാരസ്യം ഇപ്പോൾ ഉണ്ട്. അത് PM ശ്രീ പദ്ധതി, അതിനു മുൻപുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ, ഇതെല്ലാം തന്നെ CPI-ക്ക് വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു അസ്വാരസ്യമുണ്ട്. അതിൽ എരുതിയിൽ എണ്ണ കോരി ഒഴിക്കുന്നത് പോലെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ എൻട്രി. വെള്ളാപ്പള്ളി എൻട്രി ചെയ്തതോടുകൂടി അതിലൊരു മറ്റൊരു മാനം വന്നു. അതിൽ വർഗീയത പറയുന്നു, വർഗീയതയ്ക്ക് പിണറായി വിജയൻ കൂട്ടുപിടിക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ തന്നെ മാറ്റി എഴുതുന്ന രീതിയിലാണ് പിണറായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും ആൾക്കാരെ പിന്താങ്ങുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമത്തിൽ നടത്തിയ പ്രസംഗം വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ പ്രസംഗത്തെക്കാൾ ഉപരി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു തിരിച്ചുള്ള ഒരു പ്രതികരണമായിരുന്നു ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ചത്. അദ്ദേഹം മൗനം പാലിച്ചുകൊണ്ടാണ് ഇരുന്നത്. എന്നിട്ട് അദ്ദേഹം ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ അയാൾ വന്ന് കയറിയതാണ് എന്നുള്ളൊരു ബാലിശമായ ന്യായീകരണമാണ് അതിന് കൊടുത്തത്. ഇപ്പോഴും അതിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വീഴ്ചകൾ അംഗീകരിച്ച് അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്ത് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളൊരു നയമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ പാരലായിട്ട് പിണറായി വിജയന്റെ നയം എന്തൊരു നയം അവിടെ ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്. CPI-യുടെ നേതൃയോഗങ്ങളിൽ തന്നെ ഭരണവിരുദ്ധ വികാരം എന്ന വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും പിണറായി വിരുദ്ധ വികാരം ഉണ്ട് എന്നവർ സമ്മതിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ ജനത പിണറായി വിജയന്റെ ധാർഷ്ട്യത്തോടും അതുപോലെ തന്നെ മാധ്യമങ്ങളോട് കാണിക്കുന്ന ക്ഷോഭത്തോടും ഒക്കെ വളരെ നെഗറ്റീവായി തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇനിയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് നോക്കിക്കാണുന്ന CPI-ക്കും CPM-നും അതുപോലെ തന്നെ ഇപ്പോൾ CPI ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ CPM-ലെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് ഇതിൽ ഒരു മാറ്റം വരാതെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കൊരു നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ അവർക്ക് എടുത്തു വെക്കാൻ മറ്റൊരാളില്ലാത്തത് കൊണ്ട് മാത്രം പിണറായി വിജയനെ സഹിക്കേണ്ട ഒരു ഗതികേടിൽ CPM നിൽക്കുകയാണ്. നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെ അതിനെ പ്രതിരോധിക്കുന്നത് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. പണ്ട് പല ഇതുപോലുള്ള ന്യൂനപക്ഷങ്ങളുടെ കൂട്ടുപിടിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം പാഴായി പോയി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു പാഴ്വേലയായിരുന്നു ഈ വെള്ളാപ്പള്ളി നടേശന്റെ കൂട്ടുപിടിച്ചതും. സാമുദായിക സംഘടനകളുടെ കൂട്ടുപിടിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കാം. പക്ഷേ വർഗീയത പറയുന്ന നാവുകൾ കൂടെ ഉണ്ടാകുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാകാത്തിടത്തോളം കാലം ഇതൊരു തെറ്റായി തന്നെ തുടരും. അതെ, ഇപ്പോ CPM ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഈ പറയുന്ന വർഗീയ പാർട്ടികളെ കൂട്ടുപിടിക്കുമ്പോൾ ഒരു പ്രശ്നം. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും മുന്നണികളായിരുന്നുവെങ്കിൽ നമുക്ക് ഇത്രത്തോളം ചർച്ചാ വിഷയമാകില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പിണറായി വിജയന്റെ ഈ ഒരു പ്രസംഗത്തിൽ, ഈ പറയുന്ന ഒരു പ്രസ് മീറ്റിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഒരേ സമയം CPI-യെ തള്ളുകയും കൊള്ളുകയും ചെയ്യുകയും അതേസമയം പിണറായിയെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ, എന്നാൽ മാധ്യമങ്ങളോട് വീണ്ടും കടക്ക് പുറത്ത് എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷേപത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു അധികാരത്തോടു കൂടി തന്നെയാണ് വീണ്ടും പിണറായി വിജയൻ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ പറയുന്ന ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടകംപള്ളിയെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നുണ്ട്, കടകംപള്ളി ഈ ഒരു സംഭവം നടക്കുമ്പോൾ കടകംപള്ളിയെ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുകയാണ്, താങ്കളായിരുന്നില്ലേ മുഖ്യമന്ത്രി, എന്നിട്ട് ആ സമയത്ത് എന്തുകൊണ്ട് കടകംപള്ളിയെ താങ്കൾ ചോദ്യം ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടക്ക് കയറി ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ധാർഷ്ട്യത്തോടു കൂടി മാധ്യമങ്ങളുടെ ചാടിക്കടിക്കുന്ന ഒരു പിണറായി വിജയനെ മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹം വീണ്ടും 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 സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണോ? അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ CPM പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളെ മുന്നോട്ട് വെക്കാനില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇനി അധികാരത്തിൽ വരില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് CPM എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ എത്തിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങൾ കാണുമ്പോഴും അംഗീകരിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങേണ്ടി വരും, ഇനി എന്റെ പാർട്ടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അപ്പോൾ പ്രതിപക്ഷ നേതാവ് താൻ ആയിരിക്കില്ല, പ്രതിപക്ഷ നേതാവിനായിട്ട് മറ്റു പല പേരുകളും ഉയർന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി തനിക്ക് ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ റോളൊന്നുമില്ല, ഇനിയിപ്പോൾ ഇത്രയും നാൾ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയൊക്കെ സൈഡായിരുന്നത് പോലെ താനും ഇരിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ള
എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പിണറായി വിജയന്റെ മനസ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കടകംപള്ളിയുമായുള്ള ചോദ്യം ചെയ്യലും അതിനുശേഷമുള്ള ഒരു വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ CPM അല്ലെങ്കിൽ LDF അധികാരത്തിലിരുന്നപ്പോൾ തന്നെയാണോ ഈ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് മുൻപാണെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ കുറ്റക്കാരാകുന്നത്? അതിന് മുൻപത്തെ സർക്കാരല്ലേ കുറ്റക്കാരാകുന്നത്? ഇവരെന്തായാലും മിക്കവാറും വരുത്തി തീർക്കുമെന്നാണ് തോന്നുന്നത്. ശബരിമല വിഷയം നടന്നിട്ടുള്ളത് കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ CPM-നെ ഇത്രയധികം പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് പിണറായി വിജയനാണ്. പക്ഷെ അയാളെ മാറ്റി നിർത്തി മറ്റൊരാളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇനി ആദ്യനിരയിൽ ആളുകളില്ല എന്ന് തന്നെ പറയണം. ഇപ്പൊ MV ഗോവിന്ദൻ മാഷൊക്കെ മാറി നിന്ന് കഴിഞ്ഞു. ഇനി മറ്റുള്ളവരാരും തന്നെ ബാക്കിയില്ല. മാറി നിന്നൊന്നല്ല, മാറ്റി നിർത്തി എന്ന് പറയേണ്ടി വരും. അതെ. അതിനുശേഷം ഇനി രണ്ടാം നിരയിൽ നിന്നൊരു യുവതലമുറ മുന്നിലേക്ക് വരിക എന്ന് പറയുന്നത് രണ്ടാം നിര ശക്തമാകണം. അതിന് ഇടതുപക്ഷത്തിന്റെ രണ്ടാം നിര എനിക്കൊന്ന് കോൺഗ്രസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാം നിര പൊതുവെ ദുർബലമാണ് ഇടതുപക്ഷത്തിന്. അതുകൊണ്ട് തന്നെ ഒരു രണ്ടാം നിര ഇനി വളർന്ന് വലുതായി അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അടുത്ത 2 ടേം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്ന മറ്റ് പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിനെ പറ്റി. വളരെ രസകരമായിട്ടാണ് അയാൾ പറയുന്നത്. അതിദാരിദ്ര്യമുക്തി നേടിയവർ വീണ്ടും അതേ പടുകുഴിയിലേക്ക് വീഴാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന വളരെ ബാലിശമായ, എനിക്ക് തോന്നുന്നു ഇനി അടുത്ത UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവർ വയ്ക്കുന്ന ആദ്യത്തെ പോയിന്റ് ഇതായിരിക്കും. ഞങ്ങൾ അതിദാരിദ്ര്യമുക്തി നേടി കുറെ കുടുംബങ്ങളെ രക്ഷിച്ചിരുന്നു. അടുത്ത കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന് ഞങ്ങൾ അതിദാരിദ്ര്യമുക്തി നേടിക്കൊടുത്ത മനുഷ്യരെ എല്ലാം വീണ്ടും അതിലേക്ക് തള്ളിയിട്ടു എന്ന് പറയുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ആദ്യത്തെ അവർ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഉന്നയിക്കാൻ പോകുന്ന ആദ്യത്തെ പ്രശ്നം. അതെ, അവർ പറഞ്ഞു കഴിഞ്ഞു. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ പറയുന്ന അതിദാരിദ്ര്യമുക്തിയിൽ വലിയൊരു പങ്കുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ ഭൂരിഭാഗവും കയറിയിരിക്കുന്നത് UDF-ന്റെ ആളുകളാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾ അതേ അവസ്ഥയിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുൻകൂട്ടി പ്രവചനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ CPM-ന്റെ PR വർക്കിന് ഇടിവ് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ തങ്ങൾ കൊണ്ടുവന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ ഉപരി കൊണ്ടുവന്നത് തങ്ങൾ തന്നെ കളയുമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരത്തിലേക്ക് ഇത് മാറുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ രീതിക്ക് ചെറിയൊരു വ്യത്യാസം വന്നിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ അംഗീകരിക്കുമായിരുന്നു. ഇത് നിങ്ങൾ വീണ്ടും അതേ അവസ്ഥയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഇവർ നൽകിയ അതിദാരിദ്ര്യമുക്തി എന്ന് പറയപ്പെടുന്ന ഈ ഒരു അവസ്ഥ ഒരു ഔദാര്യമായി കാണണം. ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇട്ടു തന്ന ഒരു അവസരം മാത്രമാണ്. നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ വീണ്ടും അതേ അവസ്ഥയിലേക്ക് ആ ഒരു പടുകുഴിയിലേക്ക് എത്തിക്കും എന്ന് പറയുകയാണ്. കേരളത്തിൽ എവിടെയാണ് അതിദാരിദ്ര്യമുക്തി നേടിയത് എന്നുള്ളത് മറ്റൊരു ചോദ്യമായി നിലനിൽക്കുമ്പോൾ പോലും അതിന്റെ ആഘോഷം നടന്നു, പ്രഖ്യാപനം വളരെ പ്രൗഢഗംഭീരമായി നടന്നു എന്നല്ലാതെ ഇപ്പോഴും അതിദാരിദ്ര്യർ കേരളത്തിലുണ്ട് എന്നുള്ള വസ്തുത മറച്ചു പിടിക്കുകയാണ് ചെയ്തത്. അതിനപ്പുറം ഇതിനോടൊപ്പം വിട്ടുപോകാൻ പാടില്ലാത്ത പ്രധാന കാര്യമാണ് ഒരു മാസത്തിനകം ഇനി 5 ലക്ഷം വീടുകൾ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവരും എന്നും പറയപ്പെടുന്നുണ്ട്. ഒരു മാസം കൊണ്ട് ഇതൊക്കെ ആകുമോ എന്നുള്ളതും, അല്ലെങ്കിൽ ഒരു മാസം ഇപ്പം പണ്ട് ഒരു കോൺഗ്രസ് നേതാവാണ്, രാഷ്ട്രീയ വക്താവാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, വ്യക്തി എന്നോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഈ പറയുന്ന സ്ത്രീകൾക്കുള്ള പെൻഷൻ അല്ലെങ്കിൽ മാസം 1000 രൂപ വെച്ച് നൽകുന്ന പെൻഷൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വീടുകളിൽ ജോലിക്ക് പോകാതിരിക്കുന്ന സ്ത്രീകൾക്കുള്ള പെൻഷനൊക്കെ ഇതിനു മുൻപ് പല തവണയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് കിട്ടിയത് എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ ഭാര്യയ്ക്കും മകൾക്കും മാത്രമാണ് എന്നുള്ള രീതിയിൽ തമാശ രൂപേണ ഒരു സമയത്ത് ഇത് പറഞ്ഞിരുന്നു. അതുപോലെ ഈ പറയുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ 5 ലക്ഷം വീടുകൾ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭാവമുള്ളവർക്ക് മാത്രമാണോ കൊടുക്കുന്നത് എന്നുകൂടി നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടത് തന്നെയാണ്.